ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ടാക്സ് ബൈക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്തുത വാഹനം ഓടിച്ചു നോക്കുക. എടുക്കുന്നതിന് മുമ്പ് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അതിപ്പോൾ പുതിയ വാഹനം എടുക്കുകയാണെങ്കിലും ശരി, പഴയ വാഹനം എടുക്കുകയാണെങ്കിലും ശരി, അത് ഓടിച്ചു നോക്കണം. എന്താണെന്ന് വെച്ചാൽ ആ വാഹനം നിങ്ങൾക്ക് സ്യൂട്ടാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ വാഹനം ഓടിച്ചു നോക്കാൻ പറയുന്നത്. ഇത് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗുണം കൂടി ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓണറുടെ അടുത്ത് ചോദിക്കാം, എന്താണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സ്വരം കേൾക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് നിങ്ങൾ ഓടിച്ചു നോക്കാൻ പറയുന്നത്. ഓടിച്ചു നോക്കാൻ പറയുമ്പോൾ മിനിമം ഒരു 10 കിലോമീറ്ററോ 15 കിലോമീറ്ററോ നിങ്ങൾ ഓടിച്ചാലാണ് ആ വാഹനത്തിൻ്റെ ആക്ച്വൽ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഓടിച്ച് നിങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് അടുത്തുള്ള ഡീലർഷിപ്പിലേക്ക് നിങ്ങൾ ഈ വണ്ടി കൊണ്ട് ചെല്ലുക. ഈ ഡീലർഷിപ്പിലേക്ക് ഈ വണ്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ 1, 2, 3 വണ്ടികൾ മാത്രമായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക ഒരു ശരാശരി വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഡീലർഷിപ്പിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇവർ കുറേ വണ്ടികൾ സർവീസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും മേജറായിട്ടുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ ഡീലർഷിപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഇന്ന വാഹനത്തിന് ഇന്ന ഒരു പ്രശ്നമുണ്ട് എന്നവർ എടുത്ത് പറയാൻ അധികം സമയമെടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹിസ്റ്ററിയും കൂടി നിങ്ങൾക്ക് അവിടെ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ലഭിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാസിൽസ് കുറയും, ബുദ്ധിമുട്ടുകൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് കുറയാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ എടുക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതെല്ലാം നോക്കി നിങ്ങൾ ആ വാഹനത്തിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി നോക്കണം. ഇൻഷുറൻസ് എത്ര നാളത്തേക്കുണ്ട്, IDV എത്രയുണ്ട്, ഇനി ആ വാഹനം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടാനാണ് ഇൻഷുറൻസ് വാലിഡ് ആണോ ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ IDV നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ എടുക്കുന്ന പ്രൈസും IDV ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ ഈ വാഹനത്തിന് ഇത്ര വില വരെ നമുക്ക് കൊടുക്കാമെന്നുള്ളൊരു ഡീറ്റെയിൽ കിട്ടും. ഇത് ഇൻഷുറൻസിൻ്റെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഈ വാഹനം നിരത്തിൽ ഓടുന്ന സമയത്ത് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തുള്ളതാണോ അവിടെ എന്തെങ്കിലും ഫൈൻ ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഹനം എടുത്ത് കഴിയുന്നതിന് മുമ്പ് ഈ ഫൈൻ മുഴുവൻ ഈ തരുന്ന വ്യക്തി അടച്ചു തീർത്താൽ മാത്രമാണ് നമുക്കിത് RC നമ്മുടെ പേരിലേക്ക് മാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി വാങ്ങി എല്ലാ കാശും കൊടുത്ത് ഇത് മാറാൻ ചെല്ലുമ്പോൾ ഈ പറയുന്ന എമൗണ്ട് മുഴുവൻ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ആ സമയത്ത് ആ വ്യക്തി തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് പറയുന്നത് MBD സൈറ്റിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ അവിടുത്തെ സൈറ്റിൽ കയറിയിട്ട് ഇത് എന്തെങ്കിലും ഫൈൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് ഇതിൻ്റെ RC ബുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രോക്കറാണ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് ചിലപ്പോൾ തെറ്റി പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ 18 ആയിരിക്കും വണ്ടി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ എടുത്തിട്ടുണ്ടായിരിക്കുക 19 അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ആ ഒരു ഇതിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒറിജിനൽ RC വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഇയർ ഓഫ് മാനുഫാക്ചറിങ്. കാരണം വെച്ചാൽ ഇയർ ഓഫ് മാനുഫാക്ചറിങ്ങിൽ നമുക്ക് വാഹനത്തിൻ്റെ വിലയിൽ വ്യത്യാസം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി RC ബുക്ക് നോക്കുമ്പോൾ ആ വാഹനത്തിന് ലോൺ ഉണ്ടോ, അതായത് HP നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എടുത്തു നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RC ബുക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ HP ക്യാൻസൽ ചെയ്യണം. ഈ HP ക്യാൻസൽ ചെയ്യേണ്ട കോസ്റ്റ് ഇത് വിൽക്കുന്ന ആളാണ് ബെയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ആളെ കൊണ്ട് HP ക്യാൻസൽ ചെയ്യിച്ച് NOC വാങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് RC നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുക. ഒന്ന്, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ചെക്ക് ചെയ്യുക, HP ഉണ്ടോ നോക്കുക. HP ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് അതിനുള്ള NOC കൂടി നിങ്ങൾ വാങ്ങിയിട്ട് വേണം നിങ്ങളുടെ പേരിലേക്ക് RC മാറ്റാനായിട്ട്. ഒരിക്കൽ RC നിങ്ങൾ മാറ്റാൻ കൊടുക്കുമ്പോൾ ഈ NOC കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലേക്ക് ഈ RC മാറി കിട്ടും. വൺസ് ഈ RC മാറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 ദിവസത്തിനകം നിങ്ങൾ നിങ്ങളുടെ പേരിൽ നിൽക്കുന്ന ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എൻഡോസ് ചെയ്യണം. അതായത് നിങ്ങളുടെ പേരിലേക്ക് ഇൻഷുറൻസ് ചേർക്കണം. ആ ചേർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലേക്ക് മാറിയിട്ടുള്ള RCയും കൊണ്ട് അടുത്തുള്ള ഡീലർഷിപ്പിൽ പോയി ഇൻഷുറൻസിൻ്റെ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മാറ്റർ ഓഫ് 1 or 2 days നിങ്ങളുടെ പേരിലേക്ക് എൻഡോസ് ചെയ്ത് ആ
പ്രസ്തുത വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് അവർ മാറ്റിത്തരും. ഇങ്ങനെ മാറ്റിയില്ല എന്നിരിക്കട്ടെ, 14 ദിവസത്തിനകം ഇങ്ങനെ മാറ്റിയില്ല എന്നിരിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇൻസ്പെക്ഷൻ, ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ അത് എൻഡോസ് ചെയ്ത് കിട്ടാനായിട്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ വാഹനം എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് മാറുകയുണ്ടായിട്ടില്ല, പക്ഷേ എന്തെങ്കിലും അപകടം സംഭവിക്കുകയെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളൊരു വാഹനം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങി, പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങി, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, പക്ഷേ നിങ്ങളുടെ പേരിലേക്ക് RC മാറിയിട്ടില്ല, ഇൻഷുറൻസും മാറിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓൺ ഡാമേജിനുള്ള ഇൻഷുറൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അതിനുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ഒരു കാര്യത്തിൽ പെരുമാറുക, ഇല്ലെങ്കിൽ അതിൻ്റെ ലോസ് നിങ്ങൾ തന്നെ ബെയർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെക്ക് പോയിൻറ്റ്സിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്ക് നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടാങ്ക് തുറന്നിട്ട് നിങ്ങളുടെ വിരൽ ആ ടാങ്കിൻ്റെ അകത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തുരുമ്പിൻ്റെ അംശം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ ടാങ്ക് എന്തായാലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ടാങ്കാണ്. ടാങ്കിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിന് ടീ സ്റ്റെമ്മ് ചെക്ക് ചെയ്യുക. ടീ സ്റ്റെമ്മ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് ബാക്കിലേക്ക് അമർത്തി പിടിച്ച് ഇത് സൈഡിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ടീ സ്റ്റെം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് പോയിന്റ് ക്ലിയറായി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കേബിൾസിൻ്റെ ഹെൽത്ത്. നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി റെക്കമെൻഡ് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കേബിൾസും, ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, ബ്രേക്കിൻ്റെ കേബിൾസ്, എല്ലാ കേബിൾസും ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കുന്ന വ്യക്തി ഇത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കേബിൾസ് എല്ലാം മാറ്റാൻ പറയുന്നത്. ഒരു ഓയിൽ ചേഞ്ച് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ കേബിൾസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രീതി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഒന്ന് അമർത്തി പിടിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നോക്സ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഈ കേബിളിൻ്റെ ഹെൽത്ത് കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആക്സിലേറ്റർ കേബിളിൽ ഈ പറഞ്ഞ പോലെ പതുക്കെ ഒന്ന് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നോക്സ് സൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ടയറിൻ്റെ കണ്ടീഷൻ എന്താണ്. അലോയ് വീലാണെങ്കിൽ അലോയ് വീലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഡിസ്ക് പാഡ്സ് ഉണ്ട്. ഡിസ്ക് പാഡ്സ് കഴിഞ്ഞതാണോ, ഡിസ്ക് പാഡ്സും മാറ്റേണ്ട ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എഞ്ചിൻ്റെ ഹെൽത്തിനെ കുറിച്ചാണ്. എഞ്ചിനെ എങ്ങനെയാണ് നിങ്ങൾ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യണതിനെ കുറിച്ചാണ്. എന്തെങ്കിലും അബ്നോർമൽ നോയ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ എഞ്ചിൻ റെവ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അബ്നോർമൽ നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഈ റെവ് ചെയ്ത് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സോസ്റ്റ് ചെയ്ത് പോകുന്ന സ്മോക്കിൻ്റെ കളറും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്മോക്കിൻ്റെ കളറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണ്, വല്ലാണ്ട് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ലാണ്ട് ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ഇഷ്യൂസിനെ കുറിച്ചാണ്. സ്മോക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്റ്റിമലായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ ഈ ടാങ്കിൻ്റെ ഈ സീറ്റിൻ്റെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് ഈ സീറ്റിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾ പിന്നിലോട്ട് വരുമ്പോൾ നിങ്ങൾ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യണം. പ്ലസ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ബൾബ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബാക്കിൽ വരുമ്പോൾ ചെയിൻ സ്പോക്കറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കുഴി വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ടൈമായെന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഒരു ഹെൽത്ത്, ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇന്നറിലുള്ള സ്പോക്കറ്റും കൂടി, ചെറിയ സ്പോക്കറ്റും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡീലർഷിപ്പുകാരും നിങ്ങൾക്ക് അതിന് വേണ്ടി സഹായിക്കുന്നതാണ്. കുറേ പേർക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളതിനെ കൊണ്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് ഇത്തിരി വലുതായതുകൊണ്ട് നമ്മൾ 2 എപ്പിസോഡായിട്ടാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡ് ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ തന്നെ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. TAGSBIKEZ റോയൽ എൻഫീൽഡിൻ്റെ DP ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മുകളിൽ കാണുന്ന എൻ്റെ ബെൽ ബട്ടൺ അല്ലേ, അതിൽ പതുക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വേറെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. Until we see next time, stay tuned, ride safe, stay amazing and take care.